ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അറബിക് സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ലുക്കൈമത്ത് എന്നാണ് ഇതിൻ്റെ പേര്. പുറമേ നല്ല ക്രിസ്പിയാണിത്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് ഞാനൊരു 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഈ ലുക്കൈമത്തിന് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ ഈ സ്നാക്കിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതിലോട്ട് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അല്ലാത്ത ആക്ടിവേറ്റ് ചെയ്യേണ്ട ഈസ്റ്റ് ആണെങ്കിൽ അത് അല്പം ചൂടുള്ള പഞ്ചസാര പാനിൽ കലക്കി ആക്ടിവേറ്റ് ചെയ്തിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ചേർക്കാൻ യാതൊരു കുഴപ്പമില്ല. ഇത്രയും ചേർത്തിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് മൊത്തത്തിൽ ആദ്യം ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വരും. ഇതല്പം അയഞ്ഞിരിക്കുന്ന പരുവത്തിലുള്ള ഒരു മാവാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതുപോലൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ തടിയുടെ സ്പൂണായാലും മതി, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നല്ല അയഞ്ഞ പരുവത്തിൽ വേണം ഇത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഈ ഒരു ഇപ്പം മാവിൽ ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ നേരത്തേക്കാണ് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ ലുക്കൈമത്തിന് വേണ്ടിയുള്ള പഞ്ചസാര സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഈ പാനിലോട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങാനീര് ചേർക്കുന്നത് ഈ പഞ്ചസാര പാനി കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിച്ച് വരും. ഇങ്ങനെ ക്രിസ്റ്റൽസ് അതിൻ്റെ അകത്ത് ഫോം ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് അത് പഞ്ചസാര അതിൽ മിക്സായിട്ട് വരട്ടെ. തീ കുറച്ചിടാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടോ, മാവൊക്കെ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാൻ ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അല്പം എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈ ഒന്ന് നനച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. എന്നിട്ടിത് കുറേശ്ശെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ടിട്ട് കൊടുക്കണം. ഓരോ തവണയും കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇത് കുറച്ച് വലുതാകും. പിന്നെ എപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ കുറേ എണ്ണ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം ഭാഗം, എന്നാൽ അകമായിട്ട് നല്ല സോഫ്റ്റാണ്. പക്ഷെ ഇതെപ്പോഴും നല്ല ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇത് തണുത്ത് പോയി കഴിയുമ്പോൾ മൈദ ആയതുകൊണ്ട് അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഞാനിവിടെ പഞ്ചസാര പാനി ചെറിയ തീയിലിട്ടിട്ടുണ്ട്. പഞ്ചസാര പാനി ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ലുക്കൈമത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ആ ചൂടോടുകൂടി തന്നെ ആ പഞ്ചസാര സിറപ്പ് ഈ ലുക്കൈമത്തിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഈ പഞ്ചസാര സിറപ്പ് തന്നെ ഒഴിക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ തേൻ ഒഴിക്കാം, അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ സിറപ്പ് വേണമെങ്കിലും ഒഴിച്ച് ഇത് നമുക്ക് ലുക്കൈമത്ത് സെർവ് ചെയ്യാവുന്നതാണ്.
ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പഞ്ചസാര സിറപ്പ് ഒത്തിരി കട്ടിയുള്ള ഒരു സിറപ്പായിട്ടല്ല എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു നൂൽ പരുവമൊന്നും ആകണ്ട, എന്നാൽ ഒരല്പം തിക്നെസ് ഉണ്ട്, തീരെ ലൂസും അല്ല. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി അതുപോലെ തന്നെ സോഫ്റ്റുമായ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.